കാണാം സാർ. Okay. This call is now being recorded. Okay. Assalamu alaikum warahmatullah. നമ്മൾ പിന്നെ വളരെ പെട്ടെന്ന് ക്ലാസ് തീർക്കണം, കാരണം എക്സാം വളരെ അടുത്തായിട്ടുണ്ട്. പിന്നെ സ്ക്രീനോ അല്ലെങ്കിൽ വോയിസോ എന്തെങ്കിലും ക്ലിയർ കുറവുണ്ടെങ്കിൽ ആരെങ്കിലും വോയിസിൽ അറിയിക്കണം. ഓക്കെ. അപ്പോൾ ഓൾറെഡി നമ്മൾ നഹ്വിൽ അതത് മഅദൂദ് ചർച്ച ചെയ്തു. അതുപോലെ അഫ്ആലുൽ ഖംസ, അതുപോലെ അസ്മാഉൽ ഖംസ, ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അതോടൊപ്പം 5 മഫ്ഊലുകൾ: മഫ്ഊൽ മുത്ലഖ്, മഫ്ഊൽ ബിഹി, മഫ്ഊൽ മഅഹു, മഫ്ഊൽ ഫീഹി, മഫ്ഊൽ ലഹു, അങ്ങനെ 5 കാറ്റഗറിയുള്ള മഫ്ഊലുകൾ. പ്രധാനപ്പെട്ട ഈ 4 ഭാഗങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അതിന്റെ പുറമെ നമ്മൾ PYQ നോക്കുമ്പോൾ കഴിഞ്ഞ 2019 മുതൽ 2024 വരെയുള്ള PYQ ഇങ്ങനെ 2-3 ദിവസമായിട്ട് അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലാവുന്നത് ചില പ്രധാനപ്പെട്ട ഏരിയകൾ, അതിലുള്ള ചില പ്രധാനപ്പെട്ട ഏരിയകൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്ന് നമ്മുടെ ക്ലാസ് ഉള്ളത്. അതായത് നമുക്ക് ജംഅകൾ, അക്സാമുൽ ജംഅ, അതോടൊപ്പം പിന്നെ അദവാത്തുൽ ഇസ്തിഫ്ഹാം, പിന്നെ അഫ്ആലുൽ ശുറൂഅ്, അഫ്ആൽ മുഖാറബ, അങ്ങനെയുള്ള സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ചില ഏരിയകളുണ്ട്. ആ ഏരിയകൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്ന് നമുക്ക് ക്ലാസ് ഉള്ളത്. ഓക്കെ, ഏതായാലും നമുക്ക് ആരംഭിക്കാം. ഇന്ന് നമ്മുടെ PYQ മാത്രം അനലൈസ് ചെയ്ത് പോവാണ്. കഴിഞ്ഞ ക്ലാസ്സുകളെ പോലെ നമ്മൾ അതിന്റെ കായികകളും ഇതൊക്കെ പറഞ്ഞ് ഉദാഹരണങ്ങളൊക്കെ പഠിച്ചിട്ട് PYQ ചെയ്യുന്നതിന് പകരം ഇന്ന് PYQ മാത്രം ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണുള്ളത്. കാരണം എക്സാം എടുത്തതുകൊണ്ട് നമുക്ക് മാക്സിമം ഭാഗങ്ങൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഈ ജംഅകളാണ്. നമുക്കറിയാം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്: അക്സാമുൽ ജംഅ എത്രയാണ് എന്ന് ചോദിക്കാറുണ്ട്. അത് നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്? അങ്ങനെ അക്സാമുൽ ജംഅ എത്രയാണെന്ന് പറഞ്ഞിട്ട് എത്ര തരം ജംഅകൾ ഉണ്ട് എന്ന് ചോദിക്കാറുണ്ട്. ആരെങ്കിലും ഒന്ന് വോയിസിൽ വരുമോ? എത്ര തരം ജംഅകൾ ഉണ്ട്? 3. ജമു തക്സീർ, ജമു മുഅന്നസ് സാലിം, ജമു മുദക്കർ സാലിം. അതെ അതെ, കാരണം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവലുണ്ട്, എത്ര തരം ജംഅകൾ ഉണ്ട് എന്ന്. അപ്പൊ അതിന്റെ ആൻസർ സലാസത്ത്, അതായത് ജംഅ തക്സീർ, ജമു മുദക്കർ സാലിം, ജമു മുഅന്നസ് സാലിം. അത് ഈ 3 കാറ്റഗറിക്ക് താഴെയാണ് ബാക്കി എല്ലാ ജംഅകളും. കില്ലത്ത് വരുന്നത് നമ്മൾ ഈ ജമ്മു തക്സീറിന്റെ കീഴിലാണ്. അപ്പൊ മൊത്തത്തിൽ നമ്മുടെ അറബി ഭാഷയിൽ നമ്മൾ ജംഅകളെ പറയുന്നത് 3 തരത്തിലാണ്: ജമ്മു മുഅന്നസ് സാലിം, ജമ്മു മുദക്കർ സാലിം, ജമ്മു തക്സീർ. ഓക്കെ, ഇത് 2019 കാറ്റഗറി 3 ചോദിച്ചൊരു ചോദ്യമാണ്. കിതാബ് എന്നത് ജംഅഹു, അതിന്റെ ജംഅ ആകുന്നത് കുത്തുബ്. കിതാബിന്റെ ജംഅ കുത്തുബാണ്. ഹാദൽ ജംഉ മിൻ, ഈ ജംഅ ഏതാണ്? ജമ്മു മുദക്കർ സാലിം ആണോ, ജമ്മു തക്സീർ ആണോ, ജമ്മു മുഅന്നസ് സാലിം ആണോ, അതോ ജമീഅ മുദക്കർ ആണോ? ഏതാ ആൻസർ? ഒരാൾ വോയിസിൽ വരണേ, ഏതെങ്കിലും ഒരാള്. ജമു തക്സീർ. ജമ്മു തക്സീർ ആണല്ലേ. നമ്മൾ എങ്ങനെയാണ് ഈ ജമ്മു തക്സീറും ജമ്മു മുദക്കറും സാലിം മനസ്സിലാക്കാന്ന് വെച്ചാല്, ഇപ്പൊ നമ്മൾ ജമ്മു മുദക്കർ സാലിം ആണെങ്കിൽ നമ്മൾ മുഫ്രദ് ഏതാണോ ആ മുഫ്രദിലുള്ള എല്ലാ ഹർഫുകളും ഈ ജമ്മിലും ഉണ്ടാവും. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ മുസ്ലിം എന്നതിന്റെ ജമ്മ എന്താണ്? മുസ്ലിമൂൻ എന്നാണ്. അപ്പൊ അവിടെ ഈ മുസ്ലിമൂൻ എന്നതിൽ വാവ് നൂൻ എക്സ്ട്രാ വന്നു അല്ലെ. പക്ഷെ അതിന്റെ ബേസ് അവിടെ തന്നെ ഉണ്ട്. മുസ്ലിം എന്നുള്ള മീമും സീനും അതുപോലെ ലാവും മീമും അവിടെ തന്നെ ഉണ്ട്. അപ്പൊ അത് ജമ്മു മുദക്കർ സാലിമാണ്. ഇനി മുസ്ലിമത്ത് എന്ന് പറയുമ്പോൾ മുസ്ലിമാത്ത് അല്ലെ, അവിടെയും ഏതുണ്ട്? ഈ മുസ്ലിമത്ത് എന്ന് പറയുന്ന എല്ലാ അക്ഷരങ്ങളും മുസ്ലിമാത്തിലുണ്ട്. ഇങ്ങനെ പറയുന്നതിനാണ് ഒന്നെങ്കിൽ ജമ്മു മുദക്കർ സാലിം അല്ലെങ്കിൽ ജമ്മു മുഅന്നസ് സാലിം എന്ന് പറയുന്നത്. ഈ നമ്മൾ ജമ്മു തക്സീർ എന്ന് പറഞ്ഞാല് നമ്മളെ അസ്ലിലുള്ള അക്ഷരങ്ങൾ, ഒന്നുകിൽ അക്ഷരങ്ങൾ കുറയും അല്ലെങ്കിൽ അക്ഷരങ്ങൾ കൂടും. ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? അക്ഷരം കുറഞ്ഞിക്കാണ് അല്ലെ. കിതാബ് എന്ന് പറയുമ്പോൾ 4 അക്ഷരങ്ങൾ, കാഫ് ഉണ്ട്, താ ഉണ്ട്, ഒരു അലിഫ് ഉണ്ട്, ബാ ഉണ്ട്. അത് നമ്മൾ കുത്തുബാക്കിയപ്പോ എന്തായി പോയി? പിന്നെ ഒരു അക്ഷരം കുറഞ്ഞു പോയി. അപ്പോ ഇതെന്താണ്? ജമ്മു മുദക്കർ സാലിമും അല്ല, മുഅന്നസ് സാലിമും അല്ല, മറിച്ച് എന്താണ്? ജമ്മു തക്സീർ ആണ്. അപ്പൊ കിതാബ് എന്ന് പറയുമ്പോൾ കുത്തുബ്. അപ്പൊ അവിടെ എന്തായി? ഒരു കിതാബ് എന്നതിലെ എല്ലാ ഹർഫുകളും കുത്തുബിലില്ലല്ലോ. അപ്പൊ എന്തല്ല? ജമ്മു മുദക്കർ സാലിമും അല്ല, മുഅന്നസ് സാലിമും അല്ല, അതാണ് ജമ്മു തക്സീർ ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ജമ്മു തക്സീർ ആണ്. ഇനി അടുത്തത് മസ്ജിദ് എന്നത്
ജംഉ മസാജിദാണ്. ബിദൂനി തൻവീനിൻ, തെൻവീൻ ഇല്ലാതെ. അതായത് മസ്ജിദ് എന്നതിന്റെ എന്താണ്? മസാജിദ് ആണ്. ബിദൂനി തെൻവീനിൻ, തെൻവീൻ കൂടാതെ. ലി അന്നഹു, അതിന്റെ കാരണം എന്താണ്? അത് ജമ്മു തക്സീർ അൽ മുനവ്വനാണ്, തെൻവീൻ ഉള്ള ജമ്മു തക്സീർ ആണ്. അല്ലെങ്കിൽ ജംഉൻ അലാ വസ്നി മഫായിൽ, മഫായിൽ വസ്നുള്ള ജം ആണ്. അല്ലെങ്കിൽ ജമ്മു വൈറുൽ ആക്കിൽ മുനവ്വനാണ്. അല്ലെങ്കിൽ ജംഉ അലാ വസ്നിൽ മഫായിൽ. ഏതാണ്? ജംഉ അലാ വസ്നി മഫാഇൽ. സാറേ ഇത് ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടത് നിങ്ങൾ തന്നെയാണോ? അജു സാർ ഇതിലുണ്ടോ? ഓക്കെ. മസ്ജിദ് എന്ന് പറയുമ്പോൾ മസ്ജിദിന്റെ ജം ആണെന്ത്? മസാജിദ് അല്ലേ? അതായത് മഫായിൽ വസ്ന്, മസ്ജിദ് മഫായിൽ വസ്ന്. ഇതിൽ ഓപ്ഷൻ ഡി തന്നെയാണ് കറക്റ്റ്. ജമ്മുനല വസ്നിൽ മഫായിലാണ്. മഫായിൽ വസ്നിക്കുള്ള ജം ആണ് ഇതിൽ കൊടുത്തത്. ഓപ്ഷൻ മാറിപ്പോയിട്ടുണ്ട്, സാറ് കൊടുത്തത് മാറിപ്പോയിട്ടുണ്ട്. അപ്പൊ മസ്ജിദ് വരെ മസാജിദ് എന്ന് പറഞ്ഞാല് പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വൈറു മുൻസരിഫ് നിങ്ങൾക്ക് ക്ലാസ് കിട്ടിയിട്ടുണ്ടോ? വൈറു മുൻസരിഫിന്റെ ക്ലാസ് കിട്ടിയിരുന്നോ? അതെ. വൈറു മുൻസരിഫിൽ നമ്മൾ പറയുന്ന ഒരു കാറ്റഗറിയാണ് ഏത്? മുൻതഹൽ ജം എന്ന് പറയും. അതായത് രണ്ട് വസനുകളുണ്ട്, മഫായില് മഫായില്. ഈ രണ്ട് വസനുകളിൽ ജം വരുന്നത് എന്തായിരിക്കും? വൈറു മുൻസരിഫ് ആയിരിക്കും. ഈ വൈറു മുൻസരിഫിന്റെ പ്രത്യേകത എന്താണ്? അതിൽ അലിഫ്ലാം ഉണ്ടാവില്ല, അതേപോലെ പിന്നെ തെൻവീൻ ഉണ്ടാവില്ല. നമ്മൾ മസാജിദുൻ എന്ന് പറയില്ല, മസാജിദു എന്നേ പറയുള്ളൂ. കാരണം അത് വൈറു മുൻസരിഫ് ആണ്, അവിടെ തെൻവീൻ ഉണ്ടാവില്ല. ഓക്കെ, അതുകൂടി ഇതിനിടയിൽ മനസ്സിലാക്കുക. മഫായില് അല്ലെങ്കിൽ മഫായില്, ഈ രണ്ട് വസന് വന്നാൽ വൈറു മുൻസരിഫ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തതാണ് മർഅത്ത്. മർഅത്ത് എന്ന് പറയുന്നത് ജംഉ നിസാഉൻ, അതിന്റെ ജംഉ നിസാ എന്നാണ്. ഹാദൽ ജംഉ മിൻ, ഇത് ഏത് തരത്തിലുള്ള ജംആണ്? ജംഉ മുദക്കർ സാലിം ആണോ, തക്സീർ ആണോ, മുഅന്നസ് സാലിം ആണോ, ജമീ മുദക്കർ ആണോ? മർഅത്തിന്റെ ജം ആണ് നിസാ എന്നത്. ഇത് ഏത് തരത്തിലുള്ള ജം ആണ്? ആരെങ്കിലും വോയിസിൽ പറയും. തക്സീർ. ഓക്കെ, അതൊന്നും സംശയമല്ല. കാരണം എന്തായാലും ഇത് മർഅത്തും നിസാവും ഒരു നിലക്കും എന്ത് ചെയ്യില്ല, ഒരേപോലെ വരൂല അല്ലെ? എഴുത്തിൽ വരുമ്പോ മീമും റാവും ഒന്നും അതിലില്ല. അപ്പൊ എന്തായാലും ജമ്മു മുദക്കർ സാലിമും മുഅന്നസ് സാലിമും ആവില്ല. അപ്പോ ഇനി മൂന്നാമത്തെ ഒരു കാറ്റഗറി ജം ആകുള്ളൂ, അതാണ് ഏത്? ജമ്മു തക്സീർ. ഓക്കെ, അടുത്തത് വലതുൻ ജംഉ ഔലാദ്. വലത് അതിന്റെ ജം ഔലാദാണ്. ഈ ജം ഏത് തരത്തിലുള്ള ജമ്മാണ്? മുദക്കർ സാലിം ആണോ, ജംഉൽ ജമ്മാണോ, ജമ്മുൽ മുഅന്നസ് സാലിം ആണോ, ജമ്മു തക്സീർ ആണോ? ഏതാണ്? വലത് ജം ഔലാദ്. ആരെങ്കിലും വോയിസിൽ വരണേ, നിങ്ങളെ ചെയ്യുന്നത് അറിയണില്ല. ഞാൻ സ്ക്രീൻ ഓൺ ആക്കിയോണ്ട്. ജമ്മു തക്സീർ. ജമ്മു തക്സീർ ആണല്ലേ? കാരണം വലത് അവിടെ അലിഫ് നമ്മൾ എക്സ്ട്രാ കൊടുത്തു. വലതിന്റെ പുറമെ നമ്മൾ എന്ത് ചെയ്തു? ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു അലിഫ് കൊടുത്തു, ആ ലാമിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? ഔലാദ്, അവിടെ രണ്ട് അലിഫ് നമ്മൾ കൊടുത്തു. അപ്പൊ ഇതിന് എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്ട്രാ വന്നിട്ടുണ്ട് അല്ലെ? അതാണ് ഔലാദ്. ഓക്കെ, അപ്പൊ ഇത് ജമ്മു തക്സീർ ആണ്. ഇനി അടുത്തത് തിൽമീദ്. തിൽമീദ് എന്നത് അതിന്റെ ജം ആണ് തലാമീദ് അല്ലെ? വഹാദൽ ജംഉ മിസാലുല്ലി, ഇത് ഏത് തരത്തിലുള്ള പിന്നെ ജം ആണെന്നാണ്? വൈറു മുനവ്വൻ, അതായത് തെൻവീൻ ആക്കപ്പെടാത്ത ആണോ, അതോ മംനൂ മിന സർഫ് ആണോ, അതോ ജംഉൻ അലാ വസ്നി മഫായിലാണോ, അതോ കുല്ലു സ്വഹീഹ് ആണോ? ഏതാണ് ആൻസർ? ഒരാൾ വോയിസിൽ പറയട്ടെ. ഒരാള് കുല്ലു സ്വഹീഹ്. കുല്ലു സ്വഹീഹ് ആണല്ലേ? കാരണം എന്താ? തലാമീദ നേരത്തെ പറഞ്ഞു വൈറു മുൻസരിഫിൽ പെട്ട വസനുകളാണ്. ഒന്ന് മഫായില്, പിന്നെ ഒന്ന് മഫായില്. മഫായിലിന് ഉദാഹരണമാണ് മസാജിദ്, മഫായിലിന് ഉദാഹരണമാണ് തലാമീദ്.
അപ്പോ നമ്മൾ വൈറു മുൻസിഫിന്റെ പ്രത്യേകതകളാണ് ഈ 3 ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. എയും ബിയും സിയും കൊടുത്തിട്ടുള്ളത്. വൈറു മുൻസിഫിന്റെ ഒന്നാമത്തെ പ്രത്യേകത എന്താണ്? വൈറു മുനവ്വനായിരിക്കും. അത് തെൻവീനാക്കപ്പെടാത്തതായിരിക്കും. ഇവിടെ നമ്മൾ തലാമീദുൻ എന്ന് പറയൂല, തെൻവീൻ കൊടുക്കൂല. അതുപോലെ മസാജിദുൻ എന്ന് പറയൂല, കാരണം വൈറു മുൻസിഫാണ്. ഓപ്ഷൻ എ കറക്റ്റ് ആണ്. 2 മംനൂ മിന സർഫാണ് അല്ലെ, കാരണം വൈറു മുൻസിഫാണ്. കാരണം ഇതിന്റെ വസന് മഫായിലാണ്. മഫായിൽ വസനും മഫായിൽ വസനും ഏതാണ്? വൈറു മുൻസിഫാണ്. മൂന്നാമത് ചോദിച്ചത് ജംഉൻ അല വസനി മഫായിൽ. അപ്പൊ ഈ 3 കാര്യങ്ങളും എന്താണ്? ഈ തലാമീദിന് വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് ആണ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് കുല്ലു സ്വഹീഹ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സാറേ എ ഒന്ന് പറയും സാറേ. എയറു മനു എന്ന് വൈറു മുനവ്വൻ എന്ന് പറഞ്ഞാൽ തെൻവീനാക്കപ്പെടാത്തത്. അതായത് വൈറു മുൻസരിഫ് ആകുമ്പോ തെൻവീൻ ഉണ്ടാവില്ലല്ലോ. അതെ ശരി. കാരണം ഇത് നമ്മൾ 4 ഓപ്ഷനും വായിച്ചിട്ടേ കൊടുക്കാൻ പാടുള്ളൂ. കാരണം നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോ ആദാ ജമ്മു മിസാലുല്ലി വൈറു മുനവ്, ഇത് ഓക്കെയാണ്, തെൻവീൻ ഇല്ലാത്തതാണെന്നുണ്ട് എ കൊടുക്കരുത്. എല്ലാ ഓപ്ഷനും വായിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ. കാരണം നിങ്ങളത് കറുപ്പിക്കാണ് ചെയ്യാം, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല കറുപ്പിച്ചു കഴിഞ്ഞാല്. അപ്പൊ 4 ഓപ്ഷന് വായിച്ചിട്ട് എന്ത് ചെയ്താൽ മതി? ആൻസർ ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അൽ ജംഉ അലാ വസ്നി മഫായിൽ വ മഫായിൽ. മഫായിൽ വസ്ന് അല്ലെങ്കിൽ അതുപോലെ മഫായിൽ വസ്ന്, ഇത് രണ്ടും എന്താണ്? വൈറു മുനവ്വനാണോ, മംനൂ മിന സർഫാണോ, ഇനി മുനവ്വനാണോ? അൽ അവ്വലു വസ്സാനി ഏതാണ്? ഡി. ഓപ്ഷൻ എന്താണ്? ബിയോ? ഡി. ഡി ആണ് അല്ലെ. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞ തന്നെയാണ്. അതായത് മഫായിലും മഫായിലാവുമ്പോ വൈറു മുൻസരിഫ് അല്ലേ, അപ്പൊ അതിന്റെ പ്രത്യേകതയാണ് വൈറു മുനവ്വനായിരിക്കും, തെൻവീൻ ഉണ്ടാവില്ല. അതേപോലെ മംനൂ മിന സർഫ് അതെന്താണ്? വൈറു മുൻസരിഫ് ആണ് അല്ലെ. ഓപ്ഷൻ സി എന്താവില്ല, ഒരിക്കലും ശരിയാവില്ല, മുനവ്വൻ. അതൊരിക്കലും തെൻവീൻ ആക്കപ്പെടില്ല. അപ്പൊ നമ്മൾ അവ്വലു വസാനി മകൻ, ഓപ്ഷൻ എയും ബിയും ആണ് കറക്റ്റ്. ഓക്കെ, അടുത്തത് ജംഉ കലിമത്ത് ഉസ്താദ്. ഉസ്താദ് എന്ന കലിമത്ത് ഉണ്ടല്ലോ, ഉസ്താദ് നമ്മുടെ അധ്യാപകൻ അല്ലെ, ഉസ്താദ്. ഈ ഉസ്താദ് എന്നുള്ള കലിമത്തിന്റെ ജം എന്താണ് എന്നാണ് ചോദ്യം. ഏതാണ് കറക്റ്റ്? ഉസ്താദത്താണോ, അസാത്തിദാണോ, അസാത്തിദത്താണോ, ഉസ്താദാത്താണോ? അസാത്തിദത്ത് അല്ലെ, ഓപ്ഷൻ ഡി. അപ്പൊ നമുക്ക് പിന്നെ ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് അറിയ ഫെമിലിയർ ആയിട്ടുള്ള കുറെ വേർഡ്സ് ഉണ്ടോ അല്ലെ. ഇപ്പോ എന്താ ലൈലി, എന്താ ലൈലിന്റെ ജമ്മ, അങ്ങനെ നമുക്ക് അറിയുന്ന കുറച്ച് വേർഡുകളുടെ ഒക്കെ നമ്മൾ ഏതായാലും അറബിക്ക് ടീച്ചിങ് ഫീൽഡിക്കും ഇതിലേക്കൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണല്ലോ. അപ്പൊ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഓരോ കെലിമത്ത് ഇതിന്റെ ജം എന്തായിരിക്കും, അല്ലെങ്കിൽ ഒരു ജം കിട്ടുമ്പോൾ ഇതിന്റെ മുഫ്ര എന്തായിരിക്കും, ആ രൂപത്തിൽ കൂടി നമ്മളെ ചിന്തകൾ പോകുമ്പോൾ പെട്ടെന്ന് ഇത്തരത്തിൽ ആൻസർ എത്താൻ പറ്റും. അപ്പൊ നമുക്ക് അറിയുന്ന കുറെ വേർഡ്സിന്റെ പരമാവധി അതിന്റെ ജംകളും അതിന്റെ മുഫ്രദുകളൊക്കെ ഒന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. ഓക്കെ, ഇനി അടുത്ത എക്സാമിന് ഏത് കലിമത്തിന്റെ ജം ആണ് ചോദിക്കുക നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളെ എന്ത് ചെയ്യുക, നമ്മൾ ജംകളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ ഉസ്താദ് എന്ന കലിമത്തിന്റെ ജം അസാത്തിദത്ത്, ഇത് 2020 കാറ്റഗറി 3 ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ ജംഇൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കുറെ ജംഇന്റെ വേറെയും കുറെ ചോദ്യങ്ങളുണ്ട്. നമുക്കിപ്പോ അവസാന സമയമായതുകൊണ്ട് പിന്നെ കുറെ ഭാഗങ്ങൾ കവർ ചെയ്യാനുള്ളതുകൊണ്ട് ഇപ്പൊ ജംഇന്റെ ഭാഗം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ കാര്യമായിട്ട് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ കൃത്യമായിട്ട് എന്താണ് ജമ്മു തക്സീർ, എന്താണ് ജമ്മു മുദക്കർ സാലിം, എന്താണ് ജമ്മു മുഅന്നസ് സാലിം, ഇതിന്റെ ഒരു ബേസ് അറിഞ്ഞിരിക്കുക. അതോടൊപ്പം അക്സാമുൽ ജം എന്ന് പറയുന്നത് 3 എന്ന് മനസ്സിലാക്കുക. പിന്നെ ജമ്മിൽ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് പിന്നെ കുറച്ച് വേർഡ്സുകളെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ കാണുന്നതൊക്കെ ആയിട്ടുള്ള കുറച്ച് പദങ്ങളെ ജമ്മുകൾ കണ്ടെത്താൻ ശ്രമിക്കുക. ഇപ്പോ ലൈലത്തിന്റെ ജമ്മ് എന്താണ്? ലയാലി അല്ലെ. അതേപോലെ ഉള്ള കുറച്ച് യൗമിന്റെ ജമ്മ് അയ്യാം. അങ്ങനെയുള്ള കുറച്ച് വേർഡുകളുടെ ജമ്മുകൾ എന്ത് ചെയ്യുക, കണ്ടെത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ജംഇന്റെ ഭാഗത്ത് നിന്ന് വന്ന PYQ. ഈ രൂപത്തിലാണ്. ജമ്മു തക്സീർ ആണ് കൂടുതൽ ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളത്. അതോടൊപ്പം വേറെ മുൻസരിഫ് ആയിട്ടുള്ള മഫാഇൽ, അതുപോലെ മഫായിൽ, ഈ വസനുകളും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ രൂപത്തിലും ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മള് ഹലോ സർ, റിജിലും ജമ്മ് റുജൈലത്താണോ? റിജിലിന്റെ ജമ്മോ?
റിജാലുനല്ലേ അല്ല, ഈ റിജിൽ എന്ന കാലല്ല ഉദ്ദേശിച്ച കാല്. അതെ, റിജിലുൻ. കാലിന്റെ റിജാൽ ജമ്മ് അതല്ല. റിജാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ റജുലിന്റെ ജമ്മ് അർജുലല്ലേ അല്ലേ? അത് റജുലിന്റെ ജമ്മ്. റിജാലിന്റെ റിജുലിൻ ജമ മറ്റേ റിജില് അർജുല്. അർജുലല്ലേ? അർജുല്. അർജുലാണ്. ക്വസ്റ്റ്യനില് PYQല് കണ്ട ക്വസ്റ്റ്യൻസിലുണ്ട് റുജൈല്, ആ റജീല്, റുജൈലത്ത് എന്നാണ് 3 ഓപ്ഷനാ ഉള്ളത്. ചോദ്യം എന്താ ഉള്ളത്? തസ്ഗീറാക്കിയത്. അതിന് ചോദ്യം ഇതല്ലല്ലോ, ജമ്മാക്കാനല്ലല്ലോ, ആണോ? അല്ല, ആ, അല്ല. നെഹ്റ്, അല്ല. നുഹൈറ്, ഹിന്ദ്. ആ, അത് ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻ. ഞാൻ ഇന്ന് കണ്ട ക്വസ്റ്റ്യൻ ആണത്. ഞാനത് അത് ഇതിലേക്ക് ഉൾപ്പെടുത്തണമെന്ന് കരുതി. തസ്ഗീറാക്കാനായിരിക്കും. അത് തസ്കീറാക്കാനാണ്. അതായത് നമ്മള് അനസ് എന്ന് പറഞ്ഞ എന്താ? അനസ് അല്ലെ? അനസ് എന്ന് പറയുമ്പോ ഉനൈസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞ അനസ് എന്നാണ് അർത്ഥം. അപ്പൊ റുജൈൽ എന്ന് പറയുമ്പോ ചെറിയ അങ്ങനത്തെ കാലിൽ നോക്കേണ്ടി വരും, കുഞ്ഞിക്കാല് എന്നൊക്കെ പറയില്ലേ. റുജൈൽ ജമ്മല്ല, റിജിലിന്റെ ജമ്മ് അർജുലാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ ഇതേപോലെ റിജില് റിജിലിന്റെ ജമ്മ് എന്താണ്? അത്തരത്തിലുള്ള പിന്നെ കാര്യങ്ങൾ എന്ത് ചെയ്യാ, അതിന്റെ ജമ്മുകളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ജമ്മില് ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ഭാഗം പറയുന്നത് ഫിയല് മുലാരിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. ഫിയല് മുലാരിയായിട്ട് ഓൾറെഡി നമ്മൾ ഒരു ചർച്ച കഴിഞ്ഞതാണ്. അതായത് പിന്നെ അഫ്ആലുൽ ഖംസ അല്ലെ? യഫ്അലാനി, തഫ്അലാനി, യഫ്അലൂന, തഫ്അലൂന, തഫ്അലീന, ഈ 5 വസനുകൾ അടങ്ങുന്ന അഫ്ആലുൽ ഖംസ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്താണ്. അതായത് നൂനെ സ്ഥിരപ്പെടുത്തൽ കൊണ്ട് റഫും, നൂനെ കളയൽ കൊണ്ട് ജസ്മും, നൂനെ കളയൽ കൊണ്ട് നസ്ബും, പിന്നെ ജസ്മും. ഇങ്ങനെ നമ്മൾ ഓൾറെഡി അഫ്ആലുൽ ഖംസ ചർച്ച ചെയ്തതാണ്. അതിന്റെ പുറമെ മുലാരിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ ഒരു പിന്നെ കോട്ടിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. കാല ഫിർഔൻ ആമൻതു ബിഹി ഖബല അൻ ആദന ലക്കും, അല്ലെ? ഖബല അൻ അദിന ലക്കും ഇൻ ഹാദൽ മക്രു മക്റുൻ തമൂത്ത്. ഇവിടെ കലിമത്തു അൻ, ഇവിടെ അൻ ആദന എന്ന് പറഞ്ഞല്ലോ. പിന്നെ എവിടെ അൻ ആദന ലക്കുന്നല്ലേ? അൻ അദിന ലക്കുന്ന കൊടുത്തിട്ടുള്ള. അതായത് നമ്മള് കലിമത്തു അൻ എന്നുള്ള കലിമത്ത് ഉണ്ടല്ലോ, ഈ അൻ എന്നുള്ള കലിമത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തായിട്ടാണെന്നുള്ള. മനസ്സിലായോ? ഡി ആണോ? ഓപ്ഷൻ ഡി ആണ്. മുലാരി നമ്മൾ മൻസൂബായിട്ട് വരുന്നതല്ലേ അൻ എന്ന് പറഞ്ഞാല്. മനസ്സിലായോ? മനസ്സിലായോ? അതായത് അൻ പിന്നെ അന്ന് കൊടുത്താല് നമ്മൾ ശേഷമുള്ള പിന്നെ എന്ത് ചെയ്യും? മുലാരിക്ക് നെസ്ബ് ചെയ്യും. ഐ എഫ് അല, അൻ അക്തുബ, ഐ എജ്ലിസ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം? അന്ന് കൊടുത്താല് മുലാരിക്ക് നെസ്ബ് കൊടുക്കും. അപ്പൊ ജസ്റ്റ് മുലാരിക്ക് നെസ്ബ് കൊടുക്കുന്ന അലാമത്തുകൾ ഏതൊക്കെയാണ്, അതിന്റെ ആമിലുകൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് മനസ്സിലാക്കാം. അന്നുണ്ട്, അൻ ലെന്നുണ്ട്, അതേപോലെ കൈയുണ്ട്, ഇതനുണ്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കുക, ഏതൊക്കെയാണ് മുലാരിക്ക് നെസ്ബ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. എന്നുള്ളത് മുലാരിയ ഫീലാണോ? ഏത്? അസിന എന്നുള്ളത് മുലാരിയ ഫീലാ? ഇവിടെ ആയത്തിൽ ചെറിയൊരു സംശയമുണ്ട്. ആദന ലക്കുന്നാണോ തോന്നുന്നുണ്ട് അവിടെ. ഓക്കെ, അത് ഒന്ന് അതെ, ആദനാന്നല്ലേ വരാ? അത് അങ്ങനെയാണ് ആദന സാറേ. ലക്കുന്നല്ലേ? ആദന ലക്കുന്നാണ്. ഓക്കെ, ആദന എന്നാണ് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. അപ്പൊ ആദന എന്നാണ് പറയാ. അപ്പൊ ആദന ലക്കും. അപ്പൊ അവിടെ എന്ത് ചെയ്തു? അതെന്ത് ചെയ്തു? ഫിയല് അവിടെ മുലാരിക്ക് നെസ്ബ് ചെയ്തു. ഓക്കെ, അപ്പൊ ജസ്റ്റ് നമ്മൾ എന്ത് മനസ്സിലാക്കുക? നെസ്ബ് ചെയ്യുന്ന ആമിലുകൾ ഏതൊക്കെയാണ്, അതോടുകൂടെ ജസ്മ ചെയ്യുന്ന ആമിലുകളും മനസ്സിലാക്കാം. ഇനി അടുത്ത ചോദ്യമാണ് അല്ലദീനഹും യുറാഊൻ. കലിമത്ത് യുറാ ഇത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്താണ്, ഒന്നുകൂടി ഓർമ്മ വെക്കാൻ വേണ്ടി ഉൾപ്പെടുത്തിയാണ്. അല്ലദീനഹും യുറാഊൻ, ഇവിടെ കലിമത്ത് യുറാഊൻ എന്നത് എന്താണ് ആണ് ചോദ്യം. ഫിയൽ മുലാരി മബ്നിയാണോ,
ഫീല് മുലാരി മർഫൂം ബി സുബൂത്തിൻ നൂൻ ലിഅന്നഹു മിൻ അസ്മാഇൽ ഖംസയാണോ അതോ ഫീല് മുലാരി മർഫൂം ബി ലൊമ്മത്താണോ ഫീല് മുലാരി ഡി മർഫൂം ബി സുബൂത്തിൻ നൂൻ ലിഅന്നഹു മിൻ അഫ്ആൽ ഖംസ? ഡി. അഫ്ആലുൽ ഖംസ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അഫ്ആൽ ഖംസ പറഞ്ഞിട്ട് ചെയ്താണ് അല്ലെ. യുറാഉ എന്ന് പറയുമ്പോൾ പിന്നെ അത് നമ്മൾ ഈ വസനിൽ വരുന്നതാണ്, പിന്നെ ഈ അഫ്ആൽ ഖംസയിൽ പെടുന്നതാണ്. അപ്പം അഫ്ആൽ ഖംസയിൽ പെടുമ്പോൾ നമ്മൾ സുബൂത്തു നൂൻ കൊണ്ടാണ് എന്ത് മുലാരി മർഫൂ ചെയ്യുന്നത്. ഫിയല് മുലാരിയാണ്, മർഫൂ ആണ്, ബി സുബൂത്തു നൂനാണ്, ലിഅന്നഹു മിൻ അഫ്ആൽ ഖംസ, അത് അഫ്ആൽ ഖംസയിൽ പെട്ടതാണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഇനി അടുത്ത ചോദ്യം, ഇതൊക്കെ PYQ ആണ് 2023 കാറ്റഗറി 3ക്ക് ചോദിച്ചാണ്. അത്വാലിബാത്തു ഡാഷ് എൽ മഖ്സൂഫ് തദ്ഹബുനാണോ യദ്ഹബുനാണോ തദ്ഹബൂന യദ്ഹബൂന? ബി ആണ്. യെസ്, യദ്ഹബുന അല്ലേ. ഓക്കെ, എഫ്അലിനുള്ള ആറാമത്തെ വസ്ന്, അതായത് പിന്നെ മുഅന്നസ് ഓയിബായിട്ട് ജമ്മായിട്ട് വരുമ്പോൾ എഫ്അലിന്റെ വസ്നാണ്. അപ്പൊ യദ്ഹബുന, ദഹബ് ആകുമ്പോൾ യദ്ഹബുന. ഓക്കെ, അതുപോലെ അത്തലാമീദ്, അത്തലാമീദ് ഡാഷ് അൽ ഉസ്താദ്, അത്തലാമീദ് ഡാഷ് അൽ അസാത്തിദത്ത്, അൽ അസാത്തിദത്ത്. ഏതാണ് കറക്റ്റ്? ഇഹ്തരിമാണോ ഇഹ്തിറാമാണോ ഇഹ്തറമാണോ ഇഹ്തരിമൂനാണോ? ഓക്കെ, ഇഹ്തരിമൂന. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ തലാമീദാണോ തലാമീദാണോ ശ്രദ്ധിക്കണം. കാരണം തലാമീദ് അതിന്റെ മുഫ്രദാണ്, തലാമീദ് ജം ആണ്. ഇവിടെ തലാമീദ് ജം വന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫീലിനെ ജമ്മാക്കണം, ഇഹ്തരിമൂന എന്നാക്കണം. ഇവിടെ തലാമിദ് എന്ന് മുഫ്രദായിട്ടാണ് വന്നിട്ടുണ്ടെങ്കിൽ ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ, യഹ്തരിമു. അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക, കാരണം ഇതൊന്നും ആ യാന്റെ മാറ്റിയുള്ളൂ, തലാമീദും തലാമീദും. അത് പെട്ടെന്ന് നമ്മൾ എക്സാമിന്റെ ആ ഒരു പ്രഷറിൽ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. അപ്പൊ ശ്രദ്ധിച്ച് സാവധാനം വായിക്കുക. പ്രത്യേകിച്ച് നഹ്വിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ സ്ലോ ആയിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ തലാമീദു യഹ്തരിമൂന ജം ആയതുകൊണ്ട് തന്നെ യഹ്തരിമൂന സാധ്യത. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മുലാരിന്ന് ബന്ധപ്പെട്ട് വരുന്നത്. മുലാരി നമുക്ക് കാര്യമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഒന്ന് അഫ്ആൽ ഖംസയാണ്, പിന്നെ വരുന്നത് നെസ്ബ് ചെയ്യുന്ന ആമിലുകൾ, പിന്നെ ജസ്മിന്റെ ഇത് വരും. ജസ്മായിട്ട് വരുമ്പോൾ എങ്ങനെയാണ് ജസ്മ് ചെയ്യാന്ന രൂപത്തിൽ കൊടുക്കും. അപ്പോ ഈ 3 കാര്യങ്ങളും പ്രധാനപ്പെട്ട എന്ത് ചെയ്യുക മുലാരിയിൽ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അടുത്ത ഇപ്പോ അവസാനത്തെ കുറച്ച് ഇയറിലെ ക്വസ്റ്റ്യൻ നോക്കിയപ്പോ വന്ന ക്വസ്റ്റ്യൻ മീൻ അദവാത്തുൽ ഇസ്തിഫാം എന്ന് പറഞ്ഞിട്ട്, ഇസ്തിഫാമിന്റെ അദാത്തുകൾ ഏതൊക്കെയാന്ന് വെച്ചിട്ട് ഇതിൽ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതില് ഏതാണ്? മത്ത, അല, ഇതാ, ഏതാണ്? മത്ത അല്ലെ, അദവാത്തുൽ ഇസ്തിഫാം. ഉറപ്പാണല്ലോ, നമുക്ക് അർത്ഥം നോക്കിയാൽ തന്നെ അറിയാം. മത്ത എന്ന് പറഞ്ഞാൽ എപ്പോൾ, കറക്റ്റ് ഇസ്തിഫാമിന്റെ അദാത്താണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഇനി ജസ്റ്റ് നിങ്ങൾ അദാത്തുൽ ഇസ്തിഫാമിന്റെ മറ്റ് അർഫുകൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അതായത് ഒന്ന് അംസ ഉണ്ടാവും, നമ്മള് അഫഹിം തദർസ്, നീ എന്തെയോ നീ പഠിച്ചോ എന്ന് ചോദിക്കുമല്ലോ, അഫഹിം തദർസ്. പിന്നെ എനിക്ക് ക്ലാസ് മനസ്സിലായെന്നൊക്കെ ചോദിക്കൂലെ, ആ അർത്ഥത്തിൽ നമ്മൾ ഒരു അംസ ഉപയോഗിക്കും. പിന്നെ ഹല്ലുണ്ട്, പിന്നെ മാ ഉണ്ട്, മാത, ഐ, പിന്നെ അയ്യു, പിന്നെ മൻ, ഐന, കൈഫ, മത്ത. ഇത്തരത്തിലുള്ള അദവാത്തുൽ ഇസ്തിഫാം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇത് നമുക്ക് എല്ലാം നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ മൻ എന്ന് പറഞ്ഞാൽ ആര് നമുക്ക് എന്തായാലും അറിയാം, മാത എന്ന് പറഞ്ഞാൽ എന്ത് അതൊക്കെ അറിയാം. ഏതെങ്കിലും ഡൗട്ടുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഇപ്പൊ കൈഫ, മത്ത, ഐന, മൻ, ഐ, അയ്യു, മാത, മ, ഹൽ, ഹംസ, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ ഇസ്തിഫാമിന്റെ അദാത്തായിട്ട് ഉപയോഗിക്കുക. ലിമാദ ഒക്കെ ഉണ്ട്, അപ്പൊ പിന്നെ ഒന്നിനോടൊന്ന് ചേർന്ന് വരുന്നതൊക്കെ ആവുമ്പോഴാണ് അതിൽ ഉൾപ്പെടുത്താത്തത്. അപ്പൊ ഇത്തരത്തിലുള്ള അദവാത്തുൽ ഇസ്തിഫാം ഇത് ആകെ ഒരു ക്വസ്റ്റ്യനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. പക്ഷെ സ്ഥിരമായിട്ട് 2-3 എക്സാമിന് ഒരേ രൂപത്തിൽ പിന്നെ അദവാത്തുൽ ഇസ്തിഫാം എന്ന് ചോദ്യം കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സമയം കുറവായതുകൊണ്ടാണ് എല്ലാ ക്വസ്റ്റ്യനും ഇതിൽ ഉൾപ്പെടുത്താതിരുന്നത്. ഓക്കെ, അപ്പൊ അദവാത്തുൽ ഇസ്തിഫാം എന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ തന്നെ എക്സാമിന് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, പിന്നെ റിപ്പീറ്റ് ആയിട്ട് കണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ അഫ്ആലു ഷുറൂ കേട്ടിട്ടുണ്ട് നിങ്ങൾ? അഫ്ആലു ഷുറൂ
അഫ്ആലു ഷുറൂ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു കാര്യം തുടങ്ങുക, ഷുറൂ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, തുടങ്ങുക എന്നാണല്ലോ ഷറ എന്ന് പറഞ്ഞാല്. അപ്പൊ നമ്മൾ തുടങ്ങുന്നതിനെ ബന്ധപ്പെട്ടിട്ടുള്ള മിൻ അഫ്ആലു ഷുറൂ എന്ന് ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ കാണണം, ഓപ്ഷൻ കൊടുത്തിട്ട് ഇത് കാണലുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് അഫ്ആലു ഷുറൂ എന്ന്. ഇത് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ് 3-4 തവണ എക്സാമിന്. ഈ 2019-ന്റെയും 24-ന്റെ ഇടയിലായിട്ട് 3-4 എക്സാമിനൊക്കെ ഈ അഫ്ആലു ഷുറൂ ചോദിച്ചിട്ടുണ്ട് ഏതാണെന്ന് പറഞ്ഞിട്ട്. അപ്പോ അഫ്ആലു ഷുറൂ എന്ന് പറയുന്നത് ഇവിടെ കണ്ടോ, അഖദ അഖദ മഹ്മൂദ് യസ്തമി ഇലാ നശിൽ അഖ്ബാരി കലിമത്തു ഇലാ നശിൽ അഖ്ബാർ. ഈ കലിമത്തുൻ തഹ്തഹ ഖത്ത്, ഇവിടെ അണ്ടർലൈൻ ചെയ്ത ഈ വേർഡ് ഉണ്ടല്ലോ, ഈ അണ്ടർലൈൻ ചെയ്ത ഈ വേർഡ് അതായത് അഖദ, ഈ അഖദ എന്നുള്ള വേർഡ് ഏതാണ് എന്നാണ് ചോദിച്ചത്. ഫീല് താമാണോ, ഫീല് മുക്കാറബയാണോ, ഫീല് റജ ആണോ, ഫീല് ഷുറൂ ആണോ, ഏതാണ്? ഷുറൂ. ഡി ഡിലെ ഫീല് ഷുറൂ ആണ്. യെസ്, ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. അതേപോലത്തെ മറ്റു ക്വസ്റ്റ്യൻ കണ്ടോ, മിൻ അഫ്ആലു ഷുറൂ, അഫ്ആലു ഷുറൂയിൽ പെട്ടതാണ് ഏതാണ്? അതാ ഓക്കെ ഓക്കെ, മിൻ അഫ്ആലു ഷുറൂയിൽ പെട്ടതാണ്. ഇതിലിപ്പം പറഞ്ഞ ഈ ഔഷക്ക അതുപോലെ കാതൊക്കെ ഉണ്ടല്ലോ, ഇത് അഫ്ആലു മുക്കാറബ എന്ന് പറയും. അതായത് നമ്മളൊരു കാര്യത്തിനോട് അടുക്കുക. മുക്കാറബത്ത് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, അടുപ്പെന്നാണല്ലോ. അപ്പൊ നമ്മള് കാത, അവന് അതിനോട് അടുത്തിരിക്കുന്നു, അവന്റെ പിന്നെ അവൻ ആ സ്ഥലത്തിനോട് അടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ സമയം, നമ്മുടെ ബാറ്ററി പിന്നെ മരിക്കാനായിരിക്കുന്നു. നമ്മൾ ഇംഗ്ലീഷിൽ പറയും അബൌട്ട് ടു എന്നൊക്കെ പറയില്ലേ, ആ ഒരു അർത്ഥമാണ് അത് അഫ്ആലു മുക്കാറബക്ക്. കാത ഔഷക്കൊക്കെ അതിൽ പെട്ടതാണ്. അഹദ അതുപോലെ പിന്നെ അങ്ങനെ വരുന്ന ഫീലുകളാണ് അഫ്ആലു ഷുറൂ. അതായത് ഷുറൂ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം തുടങ്ങുക എന്നൊരർത്ഥമാണ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ ആണ് അഫ്ആലു ഷുറൂ. ഇനി അഫ്ആലു ഷുറൂവിൽ പെട്ട കുറച്ച് വേർഡുകൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കട്ടോ, കാരണം നിങ്ങൾക്ക് ഇനി അടുത്ത എക്സാമിന് മിൻ അഫ്ആലു ഷുറൂ എന്ന് പറഞ്ഞിട്ട് ഇതിന് ഏതാന്ന് ചോദിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അഹദ ഇപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. പിന്നെ ബദ എന്നുള്ളത് പോലെ നമുക്കറിയാം, ബദ എന്ന് പറഞ്ഞാൽ തുടങ്ങി എന്നാണ്. ഇപ്പൊ ഡൗട്ട് വരൂല. ഈ ബാക്കി വരുന്ന 4 വേർഡുകൾ ഉണ്ടല്ലോ, അതും ജസ്റ്റ് നോക്കി വെക്കുക. അഹദിൻ പദകി എന്തായാലും നമുക്ക് കിട്ടും, ഇത് തുടങ്ങുക എന്നുള്ള അർത്ഥമാണ്. ബാക്കിയുള്ള കാമ, ഇംബരിയ, ശരിയ, ഷറയും കിട്ടും ഷുറൂ ആയതുകൊണ്ട്. പിന്നെ തൊഫിഖ, ഈ വേർഡുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ ചിലപ്പോ അഫ്ആലു ഷുറൂഇൽ പെട്ട ഫീലുകൾ അതൊക്കെ ചിലപ്പോൾ ചോദിക്കും. ഇനി എക്സ്ട്രാ ഇതിന്റെ ഫീലുകൾ ഉണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണ്ട്. ഇംബറിന്റെ അർത്ഥം എന്താ സാറേ? ഇത് ഏകദേശം ഒക്കെ ഒരർത്ഥാണ് വരുന്നത്. ഈ ഇതിന്റെ സെപ്പറേറ്റ് അർത്ഥം ഇംബറൊക്കെ ഉണ്ട്, പറയാട്ടോ ഗ്രൂപ്പില്. ഓക്കെ, ഏതായാലും ഇതൊക്കെ ഷുറൂഇന്റെ ഫീലുകളാണെന്ന് മനസ്സിലാക്കുക. ഇപ്പോ അഹദ, ബദ, കാമ, ഇംബർ, ഇംബരി, അതുപോലെ ഷറഅ, തൊഫിക്ക, ഇതൊക്കെ ഷുറൂഇന്റെ ഫീലുകളാണ്. എന്ത് ചെയ്യാ, മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെ ചോദ്യം വരും. ഇപ്പൊ കഴിഞ്ഞ ചോദ്യം കണ്ടല്ലോ, മിൻ അഫ്ആലു ഷുറൂ എന്ന് പറഞ്ഞിട്ട് അഹദ കൊടുത്തു. ചിലപ്പോ ഇതിലുള്ള കാമയോ അല്ലെങ്കിൽ ചിലപ്പോ കാമയൊക്കെ കാണുമ്പോൾ ചിലപ്പോ നമുക്ക് കാമ എന്ന് പറഞ്ഞാൽ നിന്നു എന്നല്ലേ, അതൊന്നും ഒരിക്കലും ഷുറൂഇന്റെ ഫീൽ ആവൂല എന്നൊക്കെ തോന്നും. അപ്പോ അതൊക്കെ മനസ്സിലാക്കുക. കാമ എന്ത് ചെയ്യും, നമ്മൾ തുടങ്ങുക എന്നുള്ള അർത്ഥത്തിന് കൊടുക്കാറുണ്ട് കാമ എന്നുള്ള ഫീല്. ഓക്കെ, അപ്പൊ അഫ്ആലു ഷുറൂയിൽ പെട്ട ഈ കാമ, ഇംബര്, ശരിയാ, തൊഫീഖ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഇപ്പൊ നെഹവ് ഫോക്കസ് ചെയ്തിട്ടാണ് എക്സാമ്പിളൊക്കെ, കേട്ടറ്റിന്റെ തന്നെ കൂടുതൽ നെഹവ് എന്നൊക്കെയാണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ ഇനി ഏത് രൂപത്തിലാണ് വരിക എന്ന് പറയാം. അതൊക്കെ അവർ കുറെ ചോദിച്ചുകൊണ്ട് ചിലപ്പോ അതിൽ പുതിയ ഏതെങ്കിലും ടേം ആയിരിക്കും അവർ ചോദിക്കുക. അപ്പൊ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതുപോലെ തന്നെയാണ് അഫ്ആൽ മുക്കാറബ. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ഇംഗ്ലീഷിൽ അബൌട്ട് ടു എന്നൊക്കെ പറയില്ല, ഒരു കാര്യം അതിനോട് അടുക്കുക. മുക്കാറബ എന്നാൽ നമുക്ക് പിന്നെ ഒന്നുകൂടെ അടുപ്പെന്ന് പറയാലോ. അത്തരത്തിലുള്ള അഫ്ആൽ മുക്കാറബകളുണ്ട്. ഇതിൽ ഏതാണ് മിൻ അഫ്ആൽ മുക്കാറബ? ജമീഉ ഹാദി. കാദിം, കറുബി, മൗഷക്കി, ഇതൊക്കെ എന്താണ്, അഫ്ആൽ മുക്കാറബയാണ്. ഓക്കെ, അപ്പൊ ജമീഉ ഹാദിഹി, ഈ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അഫ്ആൽ മുക്കാറബ എന്ന് പറഞ്ഞാല് മാതല്ല അൽ മുക്കാറബ, അതെന്താണ്, മുക്കാറബത്തിന്റെ മേലിൽ അറിയിക്കും. മുക്കാറബത്ത് പറഞ്ഞാൽ ഒരു അടുപ്പം, ഒരു കാര്യത്തിനോട് അടുക്കുക എന്നതിന്റെ മേലിൽ അറിയിക്കുന്ന
ഒരു ഒന്നാണ് ഏത് നമ്മൾ മുക്കാറബത്ത് എന്ന് പറയുന്നത്. അതിന് ഉദാഹരണങ്ങളാണ് അഫ്ആൽ മുക്കാറബിന്റെ ഉദാഹരണങ്ങളാണ് കാദ, കറുബ, അതുപോലെ ഔഷക്കൊക്കെ അഫ്ആൽ മുക്കാറബയാണ്. നേരത്തെ ചോദിച്ചതുപോലെ മിൻ അഫ്ആൽ മുക്കാറബ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ കാദയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നായിരിക്കും കൊടുക്കുക. അപ്പോൾ അതൊന്ന് എന്ത് ചെയ്യാൻ മനസ്സിലാക്കുക, ഔഷക്ക, കാദ, കറുബ എന്ന് ചെയ്യാൻ മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്ത നമ്മൾ PYക്ക് നോക്കിയപ്പോ കണ്ടൊരു ഭാഗമാണ് ഹംസത്തുൽ വസ്ല്, ഹംസത്തുൽ കത്ഹിന്റെ ഹംസ ഏത് വേർതിരിക്കാൻ വരലുണ്ട്, അതുപോലെ വസ്ലിന്റെ ഹംസ വേർതിരിക്കാൻ വരലുണ്ട്. ശരിക്കും നമ്മൾ വസ്ല് എന്നുള്ളത് നമുക്കതിന്റെ മായന നോക്കിയാൽ തന്നെ ശരിക്കും ഇത് മനസ്സിലാവേണ്ടതാണ്. അതായത് പിന്നെ നമ്മൾ വസ്ല് എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നിനെ ചേർക്കുക എന്നല്ലേ. അപ്പൊ ചേർക്കുന്ന സമയത്ത് നമ്മൾ അലിഫിനെ പറയൂല. അങ്ങനത്തെ അലിഫായിരിക്കും ഏത്, ഹംസ ആയിരിക്കും ഏത്, വസ്ലിന്റെ ഹംസ എന്ന് പറയുന്നത്. ഇനി കത്ഇന്റെ ഹംസ നമ്മൾ ഒന്നിനെ ചേർത്തി പറഞ്ഞാലും നമ്മൾ മുറിച്ചാണ് പറയാ. അതായത് ആ ഹംസനെ സെപ്പറേറ്റ് എന്ത് ചെയ്യും, നമ്മൾ പറയും. അതാണ് ഏത്, കത്ഇന്റെ ഹംസ. ഇവിടെ ചോദിച്ചത് അഫ്അല എന്നുള്ള വചനുണ്ടല്ലോ, അഫ്അല. നമ്മൾ അക്രമ, യുക്രിമ, ഇക്രാം എന്നൊക്കെ പറയില്ലേ. ഇവിടെ അഫ്അല എന്ന വചനിൽ ഉള്ള ഈ ഹംസ ഏത് ഹംസയാണെന്ന് ചോദിച്ചത്. കത്ത് ആണോ, അതോ ഇത് കത്തും വസ്ലും ആണോ, അതോ വസ്ല് മാത്രമാണോ, ലൈസ മദുക്കറാണോ? ഏതാണ് ആൻസർ? കത്ത് ആണല്ലേ. കാരണം പിന്നെ ഇത് നമ്മൾ ചേർത്ത് പറയുന്ന സമയത്തും നമ്മൾ പിന്നെ ആ ഹംസ നമ്മൾ പറയും, ആ ഹംസ നമ്മൾ പറയും ബി ഇക്രാമിൻ എന്നൊക്കെ നമ്മൾ പറയാം. ബി ഇക്രാമിൻ നമ്മൾ ചേർത്ത് പറയുമ്പോ ബി ഇക്രാമിൻ അല്ലെ, അങ്ങനെ പറയാം. അക്രമ, യുക്രിമ, ഇക്രാം എന്നാണ് നമ്മള് ബി ഇക്രാമിൻ എന്നാണ് പറയാ. അപ്പൊ ഇത് കിട്ടാൻ ഏറ്റവും എളുപ്പം എന്താന്ന് വെച്ചാല് നമ്മൾ ഏതെങ്കിലുമൊക്കെ ഉദാഹരണം പഠിച്ചു വെക്കുക. ഇപ്പൊ ബി ഇക്രാമി നമ്മൾ ഒരു ഉദാഹരണം പഠിച്ചു വെച്ചാല് അപ്പൊ മനസ്സിലാക്കുക അക്രമയിലുള്ള ആ ഹംസ എന്താണ്, ചേർത്തി പറയുമ്പോഴും നമ്മൾ ആ ഹംസയെ പറയുന്നുണ്ട്. അപ്പൊ ഹംസയെ പറയുന്നത് കൊണ്ട് തന്നെ അത് കത്തുവിന്റെ ഹംസ മുറിച്ചാണ് പറയുന്നത് അല്ലെ. ബി വേറെ ഇക്രാം വേറെയാണ് പറഞ്ഞത്. അപ്പൊ മനസ്സിലാക്കുക അഫ്അല വസ്ന് ഏതാണ്, കത്തുവിന്റെ ഹംസ, കത്തുവിന്റെ ഹംസയാണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ്, അൽ കത്ത് ആണ്. ഇനി ഇതിലുള്ള പിന്നെ ഒറ്റപ്പെട്ട് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. ഇബ്ന്, അനസ്, ഇസ്മ്, ഇസ്നാൻ. അനസ്. ആ, എന്താണ് കാരണം? കത്തുവിന്റെ ഹംസയാണ് അല്ലേ. അതെ. പിന്നെ ഇബ്ന് എന്നുള്ളത് നമ്മള് പിന്നെ ഏതാണ്, വസ്ലാണ് അല്ലെ. നമ്മൾ എഴുതുമ്പോ ഉണ്ടാവും അനിബിന്. 15 ഒന്നും കൂടി പറയോ? 15 എന്ന് പറഞ്ഞതേ ഇവിടെ അഫ്അല എന്ന വസൻ ഉണ്ടല്ലോ, നമ്മള് മസീദ് സുലാസി മസീദ് ഫി ആക്കൂലേ, അഫ്അല എന്ന് പറയില്ലേ. ആ അഫ്അല എന്നുള്ള വസനിലുള്ള ആ ഹംസ ഏതാണ് എന്നാണ് ചോദിച്ചത്. കത്തുവിന്റെ ഹംസയാണോ വസലിന്റെ ഹംസയാണോ എന്നാണ് ചോദിച്ചത്. ഹംസ എഴുതുവോ? ഹംസ എഴുതുവോ അവിടെ അഫ്അല എന്നുള്ളത്? നമ്മൾ സാധാരണ എഴുതാറില്ല. ഇത് ക്വസ്റ്റ്യനിൽ അങ്ങനെയുള്ള ഹംസ എഴുതോ എന്നുള്ളതൊരു സംശയമുണ്ട്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാം, നിങ്ങളൊന്ന് ഓർപ്പിക്കണം കേട്ടാ. അതിന് മുമ്പ് അഫ്അലാന്ന് എഴുതുമ്പോ ഹംസ അങ്ങനെ കാണാറില്ലാന്ന് തോന്നുന്നുണ്ട് അല്ലേ. അതെ അതെ. ഓക്കെ, ഇവിടെ ഇതിന്റെ ബേസ് ഇതാണ്. പിന്നെ നമ്മൾ ചേർത്തി പറയുന്ന സമയത്ത് നമ്മൾ ആ അലിഫിനെ സെപ്പറേറ്റ് പറയാൻ നോക്കുക. സെപ്പറേറ്റ് പറയുന്നുണ്ടെങ്കിൽ അതെന്താണ്, കത്ത് ആണ്. അതല്ല ചേർക്കുന്ന സമയത്ത് നമ്മൾ ആ അലിഫിനെ പറയാതിരിക്കുകയാണെങ്കിൽ അതേതായിരിക്കും, വസ്ലിന്റെ ഹംസയായിരിക്കും. ഇതാണ് രണ്ടുള്ള വ്യത്യാസം. അത് നമ്മൾ അർത്ഥം നോക്കിയേ, വസ്ലിൽ നമ്മൾ ചേർക്കാന്നുള്ള. അപ്പൊ ചേർക്കുന്ന സമയത്ത് അലിഫ് നമ്മൾ പറയൂല. നമ്മൾ ബിബിനി എന്ന് പറയാം, ബിബിനി എന്ന് പറയാം. ബി ഇബിനി എന്ന് പറയില്ല, ബിബിനി എന്ന് പറയാം അല്ലെ. അപ്പോ അതുപോലെ നമ്മൾ ബിസ്മി എന്നല്ല പറയാ, ഇസ്മി നമ്മൾ എന്ത് ചെയ്യാ, ബി ഇസ്മി എന്നല്ല, പിന്നെ ബിസ്മി എന്നാണ് പറയാ. അപ്പൊ അത്തരത്തിലുള്ള നമ്മൾ ചേർക്കുന്ന സമയത്ത് ആ അലിഫിനെ പറയോ പറയൂലേ നോക്കുക. പറയുകയാണെങ്കിൽ അതെന്ത് ചെയ്യും, കത്ത് എന്ന് പറയും. പറയൂല, ഞാൻ നേരെ ചേർത്തി പറയുകയാണെങ്കിൽ എന്ത് പറയും, അതിന് വസ്ലെന്നും പറയും. ഓക്കെ അല്ലേ. അപ്പൊ അഫ്അല എന്ന് പറയുമ്പോൾ നമ്മൾ ആ വസ്ലിനെ നമ്മൾ ഇപ്പൊ ഒരു ഉദാഹരണം എടുക്കാം. നമ്മള് അതാണ് അക്രമ എന്ന് പറഞ്ഞത്. അക്രമ യുക്രിമു
ഇക്റാം എന്ന് പറയും. അപ്പൊ നമ്മൾ ബായിലേക്ക് കൂട്ടിച്ചേർത്തിട്ട് നമ്മള് ബി ഇക്റാമിൻ എന്നാണ് പറയാ. ബി ഇക്റാമിൻ. അപ്പോ അക്രം എന്നുള്ള വചനം എന്താണ്? ആലിഫ് നമ്മൾ ചേർത്ത് പറയുന്ന സമയത്ത് അലിഫിനെ പറഞ്ഞു. അപ്പൊ അത് കത്തുകന്റെ അംശയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാട്ടോ. നമ്മളെ സമയം വളരെ കുറവ്, നിങ്ങൾക്ക് എക്സാം ആവാനായതുകൊണ്ടാണ് ഈ പെട്ടെന്ന് എടുത്തു പോണത്. ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഏതെങ്കിലും എക്സ്ട്രാ കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെങ്കിൽ ഗ്രൂപ്പിൽ പറയാം. ഓക്കെ, അപ്പൊ ഇതില് ആൻസർ കിട്ടിയോ? ഇഖ്തരിസാദ്, ഇബ്നി, അനസ്, ഇസ്മി, ഇസ്നാൻ ഏതാണ്? അനസ്. അനസ് ആണ്. കാരണം എന്താണ്? അവിടെ കത്തുകന്റെ അംശമാണ് അല്ലെ. ഇബിനും ഇസ്മും ഇസ്നാനൊക്കെ എന്താണ്? വസ്ലാണ്. ഓക്കെ, ഇനി അടുത്തതാണ് ഹംസത്തുൽ കത്തുകൈ. കത്തുകൈന്റെ ഹംസ ഫി ഈ താഴെ പറയുന്ന ഏതിലാണെന്നോ? ഇസ്തിഖ്ദാമിലാണോ, ഇയ്യാക്കലാണോ, അൽഹംദുലാണോ, ഇഹ്ദീനാണോ? ഏതാണ്? ബി ആ, ഇയ്യാക്ക അല്ലെ. ഇയ്യാക്ക എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാൻ പറയാ? ബി ഇയ്യാക്കാന്നോ, അല്ലെങ്കിൽ നമ്മൾക്ക് ഇനി അവിടെ എന്ത് മുമ്പ് കൊടുക്കുകയാണെങ്കിലും നമ്മൾ ഇയ്യാക്ക എന്ന് തന്നെ പറയുള്ളൂ. നമ്മൾ ചേർത്ത് പറയുന്ന സമയത്താണെങ്കിലും നമ്മൾ അവിടെ എന്താവൂല, വസിലാക്കിയിട്ട് നമ്മൾ പറയൂല. പക്ഷെ ഇസ്തിഖ്ദാം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും? ബിസ്തിഖ്ദാം ഉപയോഗിക്കൽ കൊണ്ട്. ഇസ്തിഖ്ദാം ഉപയോഗിക്കുക എന്നാണല്ലോ. അപ്പൊ നമ്മൾ ഉപയോഗിക്കൽ കൊണ്ട് നമുക്ക് പറയണമെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയാ ബി ഇസ്തിഖ്ദാം എന്നല്ല പറയാ, ബിസ്തിഖ്ദാം എന്ന് പറയാ. ബിസ്തിഖ്റാജ്, ബിസ്തിഖ്ബാൽ ഖിബ്ല അങ്ങനെ പറയാം. മനസ്സിലായോ? അപ്പോ നമ്മൾ ഇസ്തിഖ്ദാം എന്നുള്ളത് ഏതാണ്? അവിടെ വസ്ലിന്റെ അംശയാണ്. അതുപോലെ പിന്നെ ഇഹ്ദിന എന്ന് പറയുമ്പോഴും അങ്ങനെയാണ്. പിന്നെ അതുപോലെ അൽഹംദു, ഇവിടെ ശരിക്കും നമ്മൾ ബിൽഹംദ് എങ്ങനെ പറയാ? ഇവിടെ ശരിക്കും എന്താണ്? അലിഫ്ലാമാണ് വന്നിട്ടുള്ളത് അല്ലെ. നേരെ ഏതല്ല, കത്തീന്റെ അംശമായിട്ടല്ല വന്നിട്ടുള്ളത്. ഇയ്യാക്ക എന്ന് പറയുമ്പോ നമ്മൾ അവിടെ ഇനി എങ്ങനെ ചേർത്ത് പറയാണെങ്കിലും നമ്മളവിടെ ഇയ്യാക്ക എന്നുള്ള വേർഡ് തന്നെ നമ്മൾ ഉപയോഗിക്കുള്ളൂ. അപ്പൊ ഹംസത്തുൽ കത്തുകൈ ഇതിൽ ഈ കൊടുത്തിരിക്കുന്നതിൽ ഹംസത്തുൽ കത്തുകൈന്റെ ഹംസയായിട്ടുള്ള ഉദാഹരണമാണ് ഏത്? ഇയ്യാക്ക എന്നൊരു ടേമാണ്. ഇത് കാറ്റഗറി 4 2020 ചോദിച്ചൊരു ചോദ്യമാണ്. ഓക്കെ, ഇനി കാണുന്നത് ഒരു ചോദ്യമാണ്. പിന്നെ ഇസ്തിസ്നാ ചോദിക്കാൻ. നിങ്ങൾക്ക് ഇസ്തിസ്നായിന്റെ ക്ലാസ് കിട്ടിയിരുന്നു നിങ്ങൾക്ക്? അതെ, കിട്ടിയിരുന്നോ? അതെ. ഇല്ല സാർ, ഒന്നുകൂടി ഷോർട്ടായി പറഞ്ഞ ഉപകാരം കേൾക്കാൻ പറ്റില്ല. ഓക്കെ, ഓക്കെ, ഞാൻ വേറൊരു PDF എടുക്കട്ടെ കേട്ടോ. ഇസ്തിഫാമിന്റെ കാര്യം എനിക്ക് മനസ്സിലായാലേ. സ്ക്രീൻ ഓക്കെ ആണോ? ഇല്ല സാർ, കാണുന്നില്ല. ഇപ്പൊ കാണുന്നുണ്ടോ? ഇല്ല, അതിന് ചെറിയൊരു ശകലം കാണുന്നുണ്ട്. ചെറുതായിട്ട്. ഇപ്പഴോ? ഓക്കെ. ഓക്കെ ഓക്കെ. ഓക്കെ, ഈ ഇസ്തിസ്നായിന്റെ ചോദ്യം കാണാറുണ്ട്. ഇല്ലാന്ന് കൊടുത്തിട്ട് ശേഷം പിന്നെ റഫ് ആണോ, നസ്ബാണോ, ജറാണോ, ജസ്മാണോ, ഈ രൂപത്തില് ഇല്ലക്ക് ശേഷം ഏതാണ് വരിക എന്നുള്ളത് പലപ്പോഴും നമ്മൾ ഈ അദദ് മഅദൂദിന്റെ പോലെ കൺഫ്യൂഷൻ ആകുന്ന ഒരു ഭാഗമാണ് ഈ ഇസ്തിസ്നാ എന്ന് പറഞ്ഞത്. അപ്പോ ഈ മുസ്തസ്ന എന്താണ്, മുസ്തസ്ന മിന്നു എന്താണെന്ന് അറിയാലോ? അത് പറയുന്നില്ല. ഇവിടെ ശ്രദ്ധിക്കാനുള്ളതേ, നമ്മൾ ഇസ്തിസ്ന ചെയ്യുന്ന സമയത്ത്
നമ്മള് കലിമത്ത് നമുക്ക് മുസ്ബത്തും ഉണ്ടാവും മൻഫിയും ഉണ്ടാവും. അതായത് നമ്മൾ എന്ത് ചെയ്യും? നമ്മള് മുസ്തസ്നാ മിൻഹുവിനെ പറയും. ഇതാ കാനൽ മുസ്തസ്നാ മിൻഹു മദ്കുറൻ, മുസ്തസ്നാ മിൻഹുവിനെ പറയപ്പെടുകയും വക്കാനൽ കലാം മുസ്ബത്തൻ, കലാം മുസ്ബത്താവുകയും ചെയ്താൽ, കലാം മുസ്ബത്താകാൻ അതാ കലാം പോസിറ്റീവ് ആകാം. മുസ്തസ്നാ മിൻഹു എന്ന് പറഞ്ഞാലോ നമ്മൾ ഏതിൽ നിന്നാണോ കളയപ്പെടുന്നത് അതാണ് മുസ്തസ്നാ മിൻഹു. മനസ്സിലായോ? നമ്മൾ ഇല്ലക്ക് ശേഷം പറയുന്നതിനാണ് മുസ്തസ്ന എന്ന് പറയുന്നതും ഏതിൽ നിന്നാണോ കളയപ്പെടുന്നത് അതിനാണ് മുസ്തസ്ന മിൻഹും എന്ന് പറയാം. അപ്പൊ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ തന്നെ ഇത് കറക്റ്റ് മനസ്സിലാക്കണം കേട്ടോ. അതായത് മുസ്തസ്ന മിൻഹു നമ്മൾ ഉപയോഗിക്കുന്ന നമ്മളാ വേർഡിൽ സെന്റൻസിൽ ഉപയോഗിക്കുകയും ആ കലാമ് മുസ്ബത്താവുകയും ചെയ്താൽ, ആ കലാമ് പോസിറ്റീവ് ആവുകയും ചെയ്താൽ വജബൻ നസ്ബുൽ മുസ്തസ്നാബി ഇല്ല, അവിടെ ഇല്ല കൊണ്ട് നസ്ബ് ചെയ്യൽ നിർബന്ധമാണ്. മനസ്സിലായോ? മുസ്തസ്ന മിൻഹുവിനെ പറയുകയും കലാം മുസ്ബത്താവുകയും ചെയ്താൽ അവിടെ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യുന്ന മുസ്തസ്നക്ക് നസ്ബ് ചെയ്യൽ നിർബന്ധമാണ്. ഉദാഹരണമാണ് ഫറൽ ജുനൂദു. ഇവിടെ എന്താണ്? ഫറൽ ജുനൂദു ഇല്ലൽ ഖായിദ് ല്ലേ? അതായത് സൈന്യം ഓടി, ആരല്ല, നായകനല്ലാതെ. ഇവിടെ നമുക്ക് മനസ്സിലാക്കാം ഈ കലാം എന്താണ്? നമ്മൾ മുസ്തസ്ന മിൻഹുവിനെ പറഞ്ഞു. മുസ്തസ്ന മിൻഹു ഇവിടെ ഏതാണ്? ജുനൂദ് ല്ലേ? കാരണം സൈന്യത്തിൽ നിന്നല്ലേ ഈ ഖായിദിനെ ഒഴിവാക്കിയത്. അപ്പോ ജുനൂദ് എന്നുള്ള മുസ്തസ്ന മിൻഹുവിനെ നമ്മൾ പറയപ്പെടുകയും ആ കലാം മുസ്ബത്ത് ആവുകയും ചെയ്താൽ, കലാം മുസ്ബത്ത് അല്ല, കാരണം ഇവിടെ ഫറ എന്ന് പറഞ്ഞു, മാ ഫറ എന്നല്ല, ഫറ എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മൾ മുസ്തസ്ന മിൻഹുവിനെ പറയപ്പെടുകയും ആ കലാമ് മുസ്ബത്ത് ആവുകയും ചെയ്താൽ നമ്മൾ ഈ ഇല്ലക്ക് ശേഷം വരുന്ന മുസ്തസ്നാക്ക് എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? നസ്ബ് ചെയ്യൽ നിർബന്ധമാണ്. അപ്പൊ നമ്മൾ ഫറൽ ജുനൂദു ഇല്ലൽ ഖായിദ എന്നാണ് പറയാ. നസ്ബ് ചെയ്യൽ നിർബന്ധമാണ്. അതുപോലെ കണ്ടോ, തോറൽ ഹമ്മാമു, അവിടെ എന്ത് ചെയ്തു? പ്രാവുകൾ എന്ത് ചെയ്തു? അവർ പറന്നു. പ്രാവുകളാണ് മുസ്തസ്ന മിൻഹു, തോറ എന്നുള്ളത് മുസ്ബത്താണ്. അപ്പൊ ഇല്ല വാഹിദത്തൻ നസ്ബാക്കിയിട്ടാണ് പറയാ. മനസ്സിലായോ? അതുപോലെ അസ്മറത്തിൽ അഷ്ജാറു, ഫലങ്ങൾ എന്ത് ചെയ്യും? വൃക്ഷങ്ങൾ എന്ത് ചെയ്തു? നല്ല ഫലം ഉണ്ടായി അല്ലെ? നല്ല ഫലപുഷ്ടിയുള്ള വൃക്ഷങ്ങളായി. അപ്പൊ ഇവിടെ ഷജറത്താണ് മുസ്തസ്ന മിൻഹു, അസ്മറത്ത് എന്നുള്ളത് ഫീൽ മുസ്ബത്താണ്. അപ്പോൾ ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഇല്ല ഷജറത്തൻ. അപ്പോ അത് എന്ത് ചെയ്യാണ്? നസ്ബ് ചെയ്യൽ നിർബന്ധമാണ്. ഇതാണ് ഇസ്തിസ്നായിന്റെ ഫസ്റ്റത്തെ പോയിന്റ്. മുസ്തസ്ന മിൻഹുവിനെ പറയപ്പെടുകയും ആ കലാമ് മുസ്ബത്ത് ആവുകയും ചെയ്താൽ അവിടെ നസ്ബ് ചെയ്യൽ നിർബന്ധമാണ്. മനസ്സിലായോ? ഇനി രണ്ടാമത്തെ ഒരു സംഭവം ഉണ്ട്, മുസ്തസ്ന മംഫി ഉണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാല് നമ്മൾ മുസ്തസ്ന മിൻഹുവിനെ പറയപ്പെടുകയും വക്കാനൽ കലാവ് മൻഫിയൻ, കലാം മൻഫിയാവുകയും ചെയ്താൽ, അതായത് കലാം എന്താണ്? നെഗറ്റീവ് സെന്റൻസ് ആണ്. അവൻ ചെയ്തിട്ടില്ല, അവർ പോയിട്ടില്ല എന്ന് പറയുന്ന നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ജാത. നിങ്ങൾക്ക് സ്ക്രീന് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ജാദഫിൽ മുസ്തസ്ന, ഇവിടെ മുസ്തസ്നയിൽ ജായിസ് ആകും. ഇല്ല കൊണ്ടുള്ള മുസ്തസ്നയിൽ ജായിസ് ആകും. യൻസിബ, അതെന്താണ്? നസ്ബ് ചെയ്യൽ അലൽ ഇസ്തിസ്നായി, അവിടെ നമുക്ക് നസ്ബ് ചെയ്യൽ ജായിസ് ആണ്. അതുപോലെ തന്നെ യത്തബിയൽ മുസ്തസ്ന മിൻഹു ഫി ഇറാബിഹി, അതായത് അത് മുസ്തസ്ന മിൻഹുവിന്റെ ഇറാബിനോട് പിന്തുടരാനും പറ്റും. വ്യത്യാസം മനസ്സിലായോ? അതായത് ഇവിടെ നസ്ബ് ചെയ്യൽ വാജിബല്ല, നസ്ബ് ചെയ്യൽ ജായിസ് ആണ്. അതോടൊപ്പം മുസ്തസ്ന മിൻഹുക്ക് ഏതാണോ ഇറാബ് ആ ഇറാബിനോട് താബിയായിട്ട് എവിടെ ഇറാബ് കൊടുക്കാൻ പറ്റും? മുസ്തസ്നക്കും ഇറാബ് കൊടുക്കാൻ പറ്റും. ഉദാഹരണം പറഞ്ഞാല് നിങ്ങളെ ഉദാഹരണം കണ്ടോ? ലം യദ്ഹബി തുല്ലാബു ഇല്ലാ സെയ്ദ് എന്നല്ലേ? ഇവിടെ എന്താണ്? നമ്മൾ മുസ്തസ്ന മിൻഹുവിനെ പറഞ്ഞു, ഓക്കെയാണ്, മുസ്തസ്ന മിൻഹു കൂടെ മദ്കൂറാണ്, പറയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ കലാം ഇവിടെ മുസ്ബത്തല്ല. കലാം മുസ്ബത്താണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചു നസ്ബ് ചെയ്യൽ നിർബന്ധമാണ്. പക്ഷെ ഇവിടെ കലാം എന്തല്ല? മുസ്ബത്തല്ല, കലാം മംഫിയാണ് അല്ലെ? കാരണം ലം യദ്ഹബാണ്, അവർ പോയിട്ടില്ല എന്നാ പറഞ്ഞത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ പഠിച്ച നിയമം എന്താണ്? നസ്ബ് ചെയ്യൽ ജായിസ് ആണ്. അതുപോലെ മുസ്തസ്ന മിൻഹുവിന് ഏതാണോ ഇറാബ് ആ ഇറാബ് മുസ്തസ്നം കൊടുക്കാന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ലം യദ്ഹബി തുല്ലാബു ഇല്ലാ സെയ്ദൻ, അത് കറക്റ്റ് ആണ്. കാരണം എന്താ? നമുക്ക് നസ്ബ് ചെയ്യൽ ജായിസ് ആണ്. ഇനി എങ്ങനെയും പറയാം മുസ്തസ്ന മിൻഹുവിന്റെ ഇറാബ് ഏതാണോ? ഇവിടെ ലം യദ്ഹബി തുല്ലാബു എന്ന് പറയുമ്പോൾ ആ തുല്ലാബിന്റെ ഇറാബ് എന്താ?
എന്താണ് ഇറാബ്? ആ റഫാണ് അല്ലെ, കാരണം ലം യദ്ഹബി തുല്ലാബു അല്ലെ. അപ്പൊ നമുക്ക് ആ മുസ്തസ്നാ മിൻഹുവിന്റെ ഇറാബിനോട് താബി ആയിട്ട് മുസ്തസ്നക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ലം യദ്ഹബി തുല്ലാബു ഇല്ലാ സൈദൻ എന്നും പറയാം, ലം യദ്ഹബി തുല്ലാബു ഇല്ലാ സൈദുൻ എന്നും പറയാം. മനസ്സിലായോ? ഇതാണ് രണ്ടുള്ള വ്യത്യാസം. മുസ്തസ്നാ മിൻഹുവിനെ പറയപ്പെടുകയും കലാം മുസ്ബത്താവുകയും ചെയ്താൽ നസ്ബി ചെയ്യൽ നിർബന്ധമാണ്. ഇനി മുസ്തസ്നാ മിൻഹുവിനെ പറയപ്പെടുകയും കലാം മംഫിയാവുകയും ചെയ്താൽ അവിടെ നസ്ബി ചെയ്യൽ ജായിസാണ്. മുസ്തസ്നാ മിൻഹുവിന്റെ ഇറാബിനോട് താബി ആക്കലും ജായിസാണ്. ഇനി ഇത് രണ്ടും അല്ലാത്തൊരു ടൈപ്പ്, മൂന്നാമതൊരു ടൈപ്പ് വരുന്നുണ്ട്. മൂന്നാമതൊരു ടൈപ്പ് ഇതൊക്കെ PYക്ക് വന്നിട്ടുള്ള കേട്ടോ, ഞാൻ എല്ലാതും ഈ സമയം കുറവായത് ഉൾപ്പെടുത്താതിരുന്നാണ്. പിന്നെ മൂന്നാമതൊരു കാറ്റഗറി ഉണ്ട്. അവിടെ എങ്ങനെയാന്ന് വെച്ചാല് അവിടെ മുസ്തസ്നാ മിൻഹു ഉണ്ടാവില്ല, മുസ്തസ്നാ മിൻഹും അവിടെ ഉണ്ടാവില്ല. മുസ്തസ്നാ മിൻഹു ഇല്ലെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കും? അതിനാണ് ഇസ്തിസ്നാവു നാക്കിസ് അല്ലെങ്കിൽ ഇസ്തിസ്നാവുൽ മുഫറഗ് എന്നൊക്കെ പറയും. ഇവിടെ എന്താന്ന് വെച്ചാല് ഇദാ കാനൽ മുസ്തസ്നാ മിൻഹു മഹ്ദൂഫൻ, മുസ്തസ്നാ മിൻഹു ഇവിടെ കളയപ്പെട്ടതാണ്, ഇവിടെ പറയപ്പെട്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ വൈരിബൽ മുസ്തസ്ന, ഇവിടെ മുസ്തസ്നക്ക് ഇറാബ് ചെയ്യപ്പെടും അല ഹസ്ബമാ യഖ്തളിഹി മൗദിഹു ഫി തർകീബി കമാ ലൗ കാനത്ത് ഇല്ലാ വൈറു മൗജൂദതൻ. അതായത് നമ്മള് ആ കലാമിൽ നമ്മൾ എന്ത് ചെയ്യാറോ, നമ്മൾ ഒരു മുസ്തസ്നക്ക് നമ്മൾ ഇല്ല കൊടുക്കുമല്ലോ, ഇല്ല എന്നുള്ള കൊടുക്കുമല്ലോ, അദാത്ത് ഇല്ല എന്ന് കൊടുക്കുമല്ലോ. ആ അദാത്തിന് നമ്മൾ അവിടുന്ന് കളയപ്പെട്ടാൽ, അതായത് ഇവിടെ കണ്ടോ വൈരിബൽ മുസ്തസ്ന, മുസ്തസ്നക്ക് ഇറാബ് ചെയ്യപ്പെടും അല ഹസ്ബമാ യഖ്തളിഹി മൗദിഹു ഫി തർകീബി, അവിടെ അതിന്റെ തെർക്കീബിൽ ആ സ്ഥലം എന്താണോ അവിടെ തേടുന്നത് അതിനനുസരിച്ചിട്ട് ഇറാബ് ചെയ്യപ്പെടും. ഏതുപോലെ? കമാ ലൗ കാനത്ത് ഇല്ല വൈറു മൗജൂദത്തൻ, ആ കലാമില് ആ ഇല്ല അവിടെ ഇല്ലെങ്കിൽ, ആ ഇല്ല എന്നുള്ള ഹർഫ് അവിടെ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ശേഷം പറയുന്നതിന് എന്തായിരിക്കും ഇറാബ്? ആ ഇറാബ് ആയിരിക്കും എന്ത്? മുസ്തസ്ന മിൻഹു പറയപ്പെടാത്തതിന്റെ കലാമിലുള്ള മുസ്തസ്നക്കുള്ള ഇറാബ്. ഉദാഹരണം പറഞ്ഞാല് മാ സ്വഹബ്തു ഇല്ലൽ അഖിയാർ, അതായത് മാ സ്വഹബത്തു ഞാൻ കൂട്ടുകൂടിയിട്ടില്ല, ഞാൻ കൂട്ടുകൂടിയിട്ടില്ല ഇല്ലൽ അഖിയാർ ഖൈറുകളോട് അല്ലാതെയാണ്. ഇവിടെ നമ്മള് അഖിയാർ എന്നതിന് എന്ത് ചെയ്തു? ഇസ്തിസ്ന ചെയ്തു, അത് ഓക്കെയാണ്. പക്ഷെ എന്തിൽ നിന്നാണ് ഇസ്തിസ്ന ചെയ്തത് ഇവിടെ പറഞ്ഞോ? ഹലോ, എന്താ പറഞ്ഞേ? ഇവിടെ പിന്നെ മുസ്തസ്ന മിൻഹു ഇവിടെ പറയപ്പെട്ടിട്ടില്ല. ഇവിടെ പറഞ്ഞോ ഏതിൽ നിന്നാണ് കളഞ്ഞെന്ന് പറഞ്ഞോ? മാ സ്വഹബത്തു ഇല്ലൽ അഖിയാർ എന്ന് പറയുമ്പോ അവിടെ മുസ്തസ്ന മിൻഹു ഉണ്ടോ? ഇവിടെ ഇതിൽ മുസ്തസ്ന മിൻഹു ഉണ്ടോ ഈ കലാമില്? കളയപ്പെട്ടത് ഇല്ല. മുസ്തസ്ന മിൻഹു കളയപ്പെട്ടു. ഇങ്ങനെ കളയപ്പെടുമ്പോ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ആ ഇല്ലനെ അവിടെ ഒഴിവാക്കാം, ഇല്ലനെ ഒഴിവാക്കാം. ഈ കലാമിൽ നമ്മൾ ഇല്ലനോട് ഒഴിവാക്കിയിട്ട് നമ്മൾ എങ്ങനെ പറയാ? മാ സ്വഹബത്തുൽ അഖിയാർ. എങ്ങനെ പറയാ? മാ സ്വഹബത്തുൽ അഖിയാർ അല്ലെ. ഞാൻ എന്ത് ചെയ്തിട്ടില്ല? ഒരുമിച്ച് കൂടി, ഞാൻ കൂട്ടുകൂടിയിട്ടില്ല, അഖിയാറിനോട് കൂട്ടിക്കൂടില്ല. അപ്പോ ഇവിടെ അഖിയാർ നമ്മളെ ഇല്ലല്ലെങ്കിൽ അഖിയാറിന്റെ ഇറാബ് എന്തായിരിക്കും? ആർക്കെല്ലാം അറിയാം? ഞാൻ കൂട്ടുകൂടിയിട്ടില്ല എന്തിനോട് എന്നാണ്. അപ്പൊ അവിടെ എന്താ ഇറാബ്? നസ്ബല്ലേ, മഫൂലായിട്ടല്ലേ വരിക? മനസ്സിലായോ? ആ മഫൂലായിട്ട് വരിക. മാ സ്വഹബത്തുൽ അഖിയാർ എന്ന് പറഞ്ഞാൽ അഖിയാറിനോട് ഞാൻ കൂട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാല് എന്തിനോട് എന്നാണ്. അപ്പോ അത് മഫൂലാണ്. മനസ്സിലായോ? അപ്പൊ ഇതാണ് പറഞ്ഞത്, ആ ഇല്ല അവിടെ വൈറു മൗജൂദാണെങ്കിൽ നമ്മൾ ആ അഖിയാറിന് എന്താണ് ഇറാബ് കൊടുക്കുക? അതേ ഇറാബ് ആയിരിക്കും മുസ്തസ്ന മിൻഹു കളയപ്പെട്ടാല് ഉള്ള ഒരു കലാമില് ഇസ്തിസ്ന ചെയ്യുമ്പോ. അപ്പൊ നമ്മൾ ഇവിടെ എങ്ങനെ പറയാ? മാ സ്വഹബ്തു ഇല്ലൽ അഖിയാർ. ആ അതെ, ഓക്കെ. അപ്പൊ മാ സ്വഹബ്തു ഇല്ലൽ അഖിയാറ എന്നാണ് പറയാ. കാരണം ആ ഇല്ല അവിടെ ഇല്ലെങ്കിൽ അഖിയാറിന്റെ ഇറാബ് എന്തായിരിക്കും? നസ്ബൗലെ. അപ്പൊ ആ നിലയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം? അഖിയാറ എന്നാണ് കൊടുക്കുക. ഈ മൂന്ന് നിലക്കേ എന്ത് വരുള്ളൂ? ഈ മൂന്ന് ടൈപ്പിലെ ഇസ്തിസ്ന വരുള്ളൂ. ഇത് കറക്റ്റ് പഠിച്ചാൽ മതി, സിമ്പിൾ ആണ്. ഈ മൂന്ന് രൂപത്തിലേ വരുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോ ഇസ്തിസ്നാന്റെ വിഷയം ഓക്കെ അല്ലേ? ഈ മൂന്ന് ടൈപ്പ്
3 നൗകളാണുള്ളത്. ഒന്ന് മുമ്പ് മുസ്തസ്നാമിന് പറയപ്പെടുകയും കലാം മുസ്ബത്താവുകയും ചെയ്താൽ നസ്ബി ചെയ്യൽ എന്നും നിർബന്ധമാണ്. അവർക്ക് പറഞ്ഞു കൊടുക്കണ പാന്റ് ഷർട്ട് വെച്ച കൊട്ടയിട്ട് അതായത് മ്യൂട്ട് ചെയ്യാം. മുമ്പത് ക്വസ്റ്റ്യൻ കണ്ടപ്പോ എല്ലാ വന്നാലാണ് എന്താ കുറെ ആലോചിച്ചിട്ട് കിട്ടിയില്ലായിരുന്നു. എങ്ങനെ മുമ്പ് ക്വസ്റ്റ്യൻ ഇതുപോലെ കണ്ടപ്പോ എല്ലാ ഇങ്ങനെ ആലോചിച്ചിട്ട് പിടികിട്ടിയില്ലായിരുന്നു. സംഭവത്തിനുള്ളതാണെന്ന് ഇപ്പൊ ഞാൻ മനസ്സിലായത്. ശുക്രൻ. ഓക്കെ, ഇങ്ങനെ 3 ടൈപ്പ് ഉണ്ട്. ഇനി എന്തെങ്കിലും നെഹ്വിന്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. ഞാൻ നിങ്ങളത് പോലെ പഠിക്കുന്നതാണ്. നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോഴാണ് നമുക്ക് കൂടുതൽ പഠിക്കാൻ പറ്റുന്നത്. ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഒറ്റ ഒരു ചോദ്യം ലാസ്റ്റ് നമ്മളെ PPT ബാക്കിയുള്ളൂ.